ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രം മതി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. താരയുടെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് വേണ്ടത് അത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്നാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ പേഴ്സണ് പിക്ക് ചെയ്യുന്ന എനർജി. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ അതനുസരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ന്യായം തരുവാനാണ് ആഗ്രഹിക്കുന്നത്. സൂര്യഗ്രഹണവും ന്യൂ മൂണും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ ഉണ്ട്. ഇവിടെ സൂര്യഗ്രഹണവും ന്യൂ മൂണും കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ന്യൂ മൂൺ അല്ലെങ്കിൽ സൂര്യഗ്രഹണത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ദിവസം കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ടും നിങ്ങൾക്ക് നേരെ ന്യായം തരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് ഞാൻ അവർക്ക് ലൈഫിൽ ഒത്തിരി ദുഃഖം കൊടുത്തു, ഇനി ഞാൻ അവർക്ക് ഹാപ്പിനെസ് ആണ് കൊടുക്കേണ്ടത് എന്ന തോന്നൽ അവർക്ക് വരികയാണ്. നിങ്ങളുടെ പേഴ്സൺ ആരെ വേണമെങ്കിലും വിഷമിപ്പിക്കും, നിങ്ങൾക്ക് സന്തോഷം തരുവാൻ എന്നാണ് ഇപ്പോൾ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ആർക്ക് വേണോ ഇവർ വിഷമം കൊടുക്കും, നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടണം, അതാണ് ഇവരുടെ ആഗ്രഹം. നിങ്ങളുടെ ദൈവം ബ്ലെസ്സിങ്ങിൻ്റെ ദൈവമാണ്. അതാണ് നിങ്ങൾ ഗ്രീൻ താര മന്ത്ര, റെഡ് താര മന്ത്ര അതൊക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ദൈവം നിങ്ങൾക്ക് അതിൻ്റേതായ ബ്ലെസ്സിങ് തരും. യൂട്യൂബിൽ ഗ്രീൻ താര മന്ത്രമുണ്ട്, റെഡ് താര മന്ത്രമുണ്ട്. അതൊക്കെ ഇടയ്ക്ക് നിങ്ങളൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മന്ത്രം കേട്ടുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും തരുന്നത്. ഗ്രീൻ താരാദേവിയും റെഡ് താരാദേവിയും നമ്മുടെ മാതാ ദുർഗയുടെ വേറൊരു അവതാരമാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഭക്തി നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ അവരുടെ ആ ഒരു മ്യൂസിക് ഇട്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കുറേ സമയം ഇവർ വെയിറ്റ് ചെയ്തു, പക്ഷേ ഇനി ഇവർ ഫിയർലെസ് ആയിട്ട് ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷനാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്വിക്ക് ആക്ഷൻ. ഇവിടെ ഇവർ ഇപ്പോൾ വളരെ എന്താ പറയുക, ആരെയും പേടിക്കാതെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഈ ഒരു ടൈം പീരീഡിൽ ആരെങ്കിലും ഇവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവർ അവരോട് പറയും എനിക്ക് അതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ വരുന്നത്, എൻ്റെ ജീവിതമല്ലാതെ ഞാൻ നോക്കിക്കോളാം എന്ന് അവരോട് മറുപടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ വളരെ ബിന്ദാസായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഇവരുടെ ലൈഫിൽ നിങ്ങൾ വേണം, നിങ്ങളുടെ കൂടെ ഒരു ജീവിതം വേണമെന്നാണ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. ഇതുകൂടാതെ ഇവർ ഇതും ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഫാമിലി ഇവരുടെ ഫാമിലിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ട് എങ്കിൽ അത് ദൂരെ മാറിപ്പോകണം, എല്ലാം നേരെയാകണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഏത് തേർഡ് പാർട്ടി ആയാലും ആ ഒരു തേർഡ് പാർട്ടി ഇവരുടെ ഫേവറിൽ വരണം, കാര്യങ്ങളെല്ലാം ബാലൻസിലാകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഒന്നിനും വഴക്കിടാൻ ഇവരോട് വരരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കൂടാതെ കാർമിക് സൈക്കിൾ എങ്ങനെയെങ്കിലും റിലീസായി പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. നമുക്കിനി
കറണ്ട് ഫീലിംഗ് നോക്കും. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈറ്റായിട്ടുള്ള വേർഷൻ, അതായത് ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ ഹാർഡായിട്ടാണ് നിങ്ങളോട് പെരുമാറിയത് എങ്കിൽ ഒരു ഡിവൈൻ എനർജി അവരുടെ ഉള്ളിൽ വന്നതായിട്ട്, വളരെ സ്നേഹത്തോടെ ലൈറ്റായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ഒരു പേഴ്സണെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസം കാണാൻ സാധിക്കുന്നതാണ്. കൂടുതലായിട്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈറ്റായിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറയാത്ത ആളാണ് എങ്കിൽ ഇനി അവർ നിങ്ങളോട് മാപ്പ് പറയുന്നതാണ്. നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നതാണ്. നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങൾ വില കൊടുക്കുന്നുണ്ട് എങ്കിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയും നിങ്ങൾക്ക് വില തരുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ അതർ സിറ്റുവേഷൻ റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ. കൂടെ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് മുന്നേ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെ പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ സ്റ്റാർട്ടാകുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇന്നലെയും ഇന്നും വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ പരീക്ഷയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ആ പരീക്ഷാ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ. അപ്പോൾ ഇന്ന് ആ പരീക്ഷയെല്ലാം തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. രാത്രി ഇരുന്ന വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇന്നൊരു വീഡിയോ ഇടണമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നിപ്പം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ സംസാരം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും സംസാരിക്കാൻ പറ്റും നിങ്ങളുടെ പേഴ്സണോട്. ചില ആൾക്കാർക്ക് 30 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ കോണ്ടാക്റ്റ് ഉണ്ടാകും നിങ്ങളുടെ പേഴ്സൻ്റെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സക്സസ്ഫുള്ളി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് എല്ലാ അർത്ഥത്തിലും മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം, ലൈഫ് ലോങ് ആയിരിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീണ്ടും നിങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് പ്രോബ്ലം ആകുന്നു എന്നുള്ള കാർഡ് പറയുന്നത് ഇവരുടെ വിഷൻ ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് യൂണിയൻ ആയിട്ടും വീണ്ടും പ്രോബ്ലമായി അവർ തിരികെ പോകുന്നത്. ഇവരുടെ വിഷൻ ക്ലിയർ ആയാൽ മാത്രമേ ഈ ഒരു പ്രശ്നം മാറുകയുള്ളൂ. ഇവിടെ പെർമനൻ്റ് യൂണിയന് കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. അപ്പോൾ ഇവർ വന്നാലും ടെമ്പററി ആയിട്ടുള്ള യൂണിയൻ ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഉണ്ടാകുക, പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ആയിരിക്കത്തില്ല ഉണ്ടാവുക എന്നാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വരുമെന്നാണ്. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഫാമിലി സമ്മതിക്കുന്നില്ല, അത് കാരണം റൂട്ട് ചക്ര ബ്ലോക്കേജസ് കാണുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി സമ്മതിക്കുന്നില്ല മാരേജ് റിലേറ്റഡ് ആയിട്ട്, അതാണ് റൂട്ട് ചക്ര ബ്ലോക്കേജ്. ഇവിടെ നിങ്ങൾ തമ്മിൽ മാരേജ് ആകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി കിട്ടിയത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ പവർ ശരിയായ രീതിയിൽ യൂസ് ചെയ്താൽ നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും മാരേജ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്ലോക്കേജസ് നിങ്ങൾ ഹീലാക്കേണ്ടതാണ്. കുറേ ആൾക്കാരുടെ പേഴ്സണ് ബ്ലോക്കേജസ് ഉണ്ട്. അപ്പോൾ റൂട്ട് ചക്ര ബ്ലോക്കേജസ് ഉറപ്പായിട്ടും നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ബ്ലോക്കേജസ് ഹീൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷ് പൂർണ്ണമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ബ്ലോക്കേജസ് മാറ്റുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.